കേരളത്തിന്റെ വിവരസാങ്കേതിക മേഖലയ്ക്ക് മുതൽക്കൂട്ടേകിയ നിരവധി കമ്പനികൾ ടെക്നോ പാർക്കിലുണ്ട്. അതിനുദാഹരണമാണ് 1990കളിൽ ഒരു സ്റ്റാർട്ടപ്പായി ആരംഭിച്ച സൺടെക് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സൺടെക്കിന്റെ സാരഥി നന്ദകുമാറും അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ ഉദിച്ചുയർന്ന സ്വപ്നമായ സൺടെക്കും ആഗോളതലത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യമായി വളരുകയാണ്. ഇന്ത്യയിലെ തന്നെ ടെലിഫോൺ ബില്ലിംഗ് രംഗത്തിന് വഴിയൊരുക്കിയത് നന്ദകുമാറാണ്. കേരളത്തിൽ പിറവിയെടുത്ത് US, യൂറോപ്പ്, ഇന്തോനേഷ്യ എന്നിങ്ങനെ ലോകോത്തര നിലവാരത്തിൽ ടെലികോം, ബാങ്കിംഗ്, ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച് വിജയം കൈവരിക്കുന്ന സൺടെക്കിന് HFCL, ICICI, ബറ്റാൽകോ, ING ബാങ്ക്, കേബിൾ വൺ, DBS, ലോയ്ഡ്സ് എന്നിങ്ങനെ ക്ലയൻറ്റുകളുടെ ഒരു വൻ നിര തന്നെയുണ്ട്. വിശാലമായ ഓഫീസ് അന്തരീക്ഷത്തിനു പുറമെ കമ്പനി തൊഴിലാളികൾക്ക് മുൻപിൽ തുറന്നുവെക്കുന്നത് അവസരങ്ങളുടെയും ആവിഷ്കാരത്തിന്റെയും ലോകമാണ്. അതിനുദാഹരണമാണ് നന്ദകുമാറിന്റെ പ്രയത്ന വിജയം. സൺടെക് തുടങ്ങിയത് 1990ലാണ്. ഞാൻ അതിനു മുമ്പ് കെൽട്രോണിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കെൽട്രോണിലാകെ 5 കൊല്ലം അവിടെ കെൽട്രോണിൻ്റെ ER&DC എന്ന് പറഞ്ഞ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ പാർട്ടായിട്ട്. പക്ഷേ ഓൾവേസ് ഒരു ആന്ത്രപ്രനർ ആവണമെന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് മനസ്സിലുണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ബിൽ ഗേറ്റ്സിൻ്റെയും അതുപോലുള്ള ലാരി എൽസിൻ്റെ ഇതുപോലത്തെയുള്ള കഥകൾ കേട്ട് തുടങ്ങിയ കാര്യം, ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയമാണ് 85ലാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് തന്നെ വരുന്നത്. ദാറ്റ് ഫ്രം എ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ദി പൊട്ടൻഷ്യൽ ഓഫ് ക്രിയേറ്റിംഗ് സംതിങ് ഫ്രം നത്തിങ്, ലൈക്ക് ഓൺലി ഫ്രം ദി ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ വാസ് വളരെ ഒരു ഫാസിനേറ്റിംഗ് ഒരു ഐഡിയ. അപ്പം അതിൽ തുടങ്ങിയാണ് ഈ ഒരു ആഴ്ച. അപ്പോൾ അതിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കെൽട്രോണിലൊരു ജോലി കിട്ടുക, ഒരു ഗവൺമെൻറ് ജോബ്, അതും തിരുവനന്തപുരം, അത് ഒക്കെ കളഞ്ഞിട്ട് ഒരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ അതൊരു നെഗറ്റീവ് ഒരു സോഷ്യൽ ടാബു അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അതും പത്മനാഭൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത്. അപ്പം ഒരു കാര്യം ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് വന്ന് അന്ന് EK നായനാർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ടെക്നോ പാർക്ക് തുടങ്ങാനായിട്ടുള്ള ഇതുണ്ടായത്, ഒരു സംരംഭം തന്നെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് അവർ കെൽട്രോണിൽ 5 കൊല്ലം കഴിഞ്ഞവർക്ക് 5 years സബാറ്റിക്കൽ എടുക്കാവുന്ന ഒരു ടെക്നോ പാർക്കിൽ ഒരു കമ്പനി തുടങ്ങാൻ എടുക്കാവുന്നൊരു പോളിസി കൊണ്ടുവന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ബ്രേക്ക് ഫോർ മീ. സോഷ്യലി ഞാൻ കെൽട്രോണിൽ നിന്ന് റിസൈൻ ചെയ്ത് 100% പോകുന്നില്ല. കാര്യം വിതിൻ 5 years ഇത് സക്സസ്ഫുൾ അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ജോലി കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി. അതുകൊണ്ട് ജോലി കളയുന്നതിന് അല്ലെങ്കിൽ ഇതുപോലൊരു സംരംഭം നടന്നതിന് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലി പ്രഷർ കുഡ് ബി അവോയ്ഡഡ്. സോ ഐ ജസ്റ്റ് ടുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം ഇതിന് 2 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് കൂടുതലും ഈ ഒരു ടെൻഡൻസി സോഫ്റ്റ്വെയർ സർവീസ് തുടങ്ങുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ദി പൊട്ടൻഷ്യൽ ഓഫ് പ്രോഡക്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീയൂസബിലിറ്റിയാണ്. ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യു കൻ മൾട്ടിപ്ലൈ. അത്
എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഒരു ഇമ്പാക്റ്റ് ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് കമ്പനി ഈ സ്ഥലത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് വാസ് സിഗ്നിഫിക്കൻറ്റ്. സോ ഇഫ് യു ആർ ട്രൈങ് സംതിങ് അത് വളരെ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആവണം എന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് കമ്പനി തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അതിൽ ആദ്യം കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം, ഇന്ത്യൻ ടെലികോമിനെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനായിട്ട് നാഷണൽ ലെവലിൽ തീരുമാനിച്ചു. അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 കമ്പനികൾക്ക് ഓർഡർ കൊടുത്തിട്ട് ആരാണ് നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് അത് രാജ്യം മൊത്തം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതിന് കോൺട്രാക്റ്റ് കിട്ടിയ ഒരു കമ്പനി അവർക്കത് ചെയ്യാനായിട്ടുള്ള ഫുൾ പൊട്ടൻഷ്യൽ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സബ് കോൺട്രാക്റ്റ് ചെയ്യാനായിട്ട് നോക്കി. അങ്ങനെ അവർ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അതാണ് തുടക്കം. 90കളിൽ കെൽട്രോൺ പോലെ ഒരു സ്ഥാപനത്തിൽ നിന്നും ജോലി വിട്ടൊഴിഞ്ഞ് സ്വന്തമായി ഒരു സംരംഭം കെട്ടിപ്പടുക്കാൻ മുന്നിട്ടിറങ്ങുകയും അതിൽ വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സൺടെക് ടെക്നോ പാർക്കിന്റെ ഭാഗമായ ഇൻഫോസിറ്റിയുടെ കോ ഡെവലപ്പറായി മാറുകയും ചെയ്യുന്നു. ജനകീയമായ സാങ്കേതിക മേഖലയാണ് സൺടെക്കിനെ വിജയപഥത്തിലെത്തിച്ചതെന്ന് പറയാതെ വയ്യ. IT മേഖല ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയ കാലത്ത് ഒരു 90s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒന്നും തന്നെ ആയിരുന്നില്ല. ഒരു വളരെ നിസ്സാര കെൽട്രോൺ അല്ലെങ്കിൽ VSSC ഇങ്ങനെ 2 ഓർഗനൈസേഷൻ മാത്രം തങ്ങി നിന്ന ഒരു പ്രൊഫഷണൽ ഏരിയയാണത്. അവിടുന്ന് ഇപ്പോൾ നോക്കുമ്പോൾ കേരളം IT-യെ ഒരു ഫുള്ളി എംബ്രേസ് ചെയ്തിരിക്കുകയാണ്. ഈവൻ ഒരു എക്കണോമിക്കലായിട്ട് വളരെ ലോവർ ആണ് എന്ന് കൺസിഡർ ചെയ്യുന്ന മേഖലകൾ തൊട്ട് ടു ദി ഹയസ്റ്റ് ലെവൽ ഓഫ് സൊസൈറ്റി ഹാസ് റെപ്രസെൻറ്റേഷൻ ഇൻ IT. ആൻഡ് അബൌട്ട് 30 to 40 ഒരു സോഷ്യലി ഈക്വലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ IT മേഖല. അപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെ ആയിട്ടാണ്. That is socially. Economically, if you really look at, IT is contributing almost 15,000 crores annually. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഇവിടെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നു. അവിടെ നമ്മുടെ എക്കോണമി തന്നെ പോവുകയാണ് നല്ലൊരു പോർഷൻ. ബിക്കോസ് ഇതിൻ്റെ എല്ലാ കമ്പനികളുടെയും അറ്റ്ലീസ്റ്റ് 60 to 80% ഓഫ് ദ സ്പെൻഡ് ഈസ് ഓൺ സാലറീസ് സംടൈംസ്. അപ്പം ഈ ഏറ്റവും വളരെ സോഷ്യലി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള വേറൊരു ഇൻഡസ്ട്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് കേരളത്തിന് ശരിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ബിഗ് ഇമ്പാക്റ്റ് ഇൻ അവർ.
മൾട്ടിനാഷണൽ കമ്പനികളെ അവരുടെ മൂല്യങ്ങളുടെയും സാമൂഹിക സാഹചര്യങ്ങളുടെയും പേരിൽ വേർതിരിക്കാൻ കഴിയുമോ? കഴിയുമെന്നതിന് ഉദാഹരണമാണ് UST ഗ്ലോബൽസ്. കാലിഫോർണിയയിലെ അലീസോ എന്ന സ്ഥലത്ത് പ്രവർത്തനമാരംഭിച്ച UST ഗ്ലോബൽ എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു മലയാളിയായിരുന്നു. ലോകോത്തര തലത്തിൽ പ്രവർത്തനമാരംഭിച്ച USTയുടെ വളർച്ചയിൽ കേരളത്തിലെ നമ്മുടെ IT പാർക്കിനും പ്രധാന പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നത് ടെക്നോ പാർക്കിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നു. മറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും വേറിട്ടൊരു പാതയൊരുക്കാൻ UST ഗ്ലോബൽസിന് സാധിച്ചിട്ടുണ്ട്. ബിസിനസ് മേഖലകളിലെ മൂല്യം ഉയർത്തിപ്പിടിക്കാനും അതിലൂടെ ക്ലയൻറ്റുകളുമായി ഒരു നല്ല ബന്ധം രൂപപ്പെടുത്തിയെടുക്കാനും UST ഗ്ലോബൽ എന്ന കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. Y2K എന്ന സാങ്കേതിക വൈറൽ വെല്ലുവിളി IT മേഖല നേരിടുന്ന സമയത്താണ് UST ഗ്ലോബൽ പാർക്കിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത്തരമൊരു വെല്ലുവിളിയെ അതിജീവിച്ച് നൂതന തലത്തിൽ ചുവടുവെക്കാൻ ഇവർക്ക് സാധിച്ചു. അവിടുന്ന് പിന്നിങ്ങോട്ട് കമ്പനിയുടെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. മെഡിക്കൽ സർവീസ്, റീറ്റെയിൽ ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ബാങ്കിംഗ്, ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ UST ഗ്ലോബൽ അവരുടേതായ ഇടം കണ്ടെത്തി. 19 പരം രാജ്യങ്ങളിലായി ഈ കമ്പനി പ്രവർത്തന രംഗത്ത് മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികളോടും ഗുണഭോക്താക്കളോടും എന്നും നല്ല തരത്തിലുള്ള ഒരു ബന്ധം പുലർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. I am Alexander Verghese, Chief Administrative Officer of UST Global, and this is my 14th year with UST. As many of you know by now, we started UST in 1999 with 14 people in a small conference room, and 16 years later, we are more than 17,000 people globally, and with more than 7,000 people in Kerala alone. As I said, we started with 14 people, and many people used to wonder why we started in Trivandrum. In fact, when we started looking at starting in India, we had many options to start in Bangalore and other metros, and Trivandrum was actually very conducive for the growth of IT services industry for two reasons. One is we have a very high literacy rates in Kerala, and we also wanted to make sure that customers are also like to come to Kerala and do business with us. So, and third thing was the Trivandrum compared to all other cities was also considered as a tier 2, tier 3 city, and we thought that we will be able to leverage some operational benefits out of that. We have grown phenomenally well. We've been able to attract very good talents to Trivandrum for three reasons. One is Kerala continues to offer the best education system, best medical facilities, and a growth opportunity for youngsters. So we never had any problem in attracting good talents to Trivandrum or any place in Kerala so far. പാർക്കിലെ തേജസ്വിനി, നിള എന്നീ കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു പോന്ന UST ടെക്നോ പാർക്കിലെ സെസ് മേഖലയിൽ 50 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് അവിടെ സ്വന്തം ആസ്ഥാനം പണിതുയർത്തി കഴിഞ്ഞു. ഈ ഓഫീസിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടനും ഫോർമുല 1 കാറുമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒരിക്കലും തളരാത്ത കമ്പനിയുടെ വിജയ വഴിയാണ്. തികച്ചും ഫാക്ടറി മോഡലിൽ സുതാര്യമായ രീതിയിലാണ് കെട്ടിടത്തിൻ്റെ ഉൾവശം ഒരുക്കിയിട്ടുള്ളത്. ഫുഡ് കോർട്ട്, ഓപ്പൺ പാർട്ടി ഏരിയ എന്നിങ്ങനെ പല കാഴ്ചകളും ഈ ഓഫീസ് അന്തരീക്ഷത്തിനെ മാറ്റി നിർത്തുന്നു. കേരളത്തിലെ യങ്സ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് IT സർവീസസ് ഫീൽഡിലുള്ളത്. ആൻഡ് എല്ലാവർക്കും അറിയാം, ഈ റീസെൻ്റായിട്ട് ടെക്നോളജി ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ഫ്യൂച്ചറിലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടെക്നോളജീസ് AI, അൽഗോരിതംസ്, അനലിറ്റിക്സ് ആൻഡ് സ്മാർട്ട് ടെക്നോളജീസ്, ഇതിലെല്ലാം നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിലെ യങ്സ്റ്റേഴ്സിനുള്ളത്. ആൻഡ് എല്ലാ വലിയ കമ്പനികളിലും ഈ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഓൺടർപ്രണർഷിപ്പും ഈ ടെക്നോളജിയിലുള്ള വൈദഗ്ധ്യവും വളരെ വളരെ പ്രയോജനം ചെയ്യും. ഇൻഫാക്ട് നമ്മൾ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും പണ്ടത്തെ അപേക്ഷിച്ച് ഈ ടെക്നോളജിയിൽ കൂടുതൽ പ്രാവീണ്യമുള്ള ആൾക്കാരെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് youngsters and especially for the next 10 years, the growth is going to happen in this area, and I think we will provide the right kind of training and environment for them to grow, and they can actually build a better career in these technologies and especially working in our companies like UST Global. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുള്ള മിക്ക വലിയ ക്യാമ്പസസിൽ നിന്നെല്ലാം നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കാറുണ്ട്.
Once we hire those people, they actually undergo a rigorous training for 4 to 5 months. And during that period, we actually train them on all the technology which is relevant for the industry, and also many of the soft skills that they need, they require to interact with the customers all over the world. So ഒരു 4-5 മാസം കഴിഞ്ഞാൽ ഇവരെ ഒരു ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തക്കവണ്ണമുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. ഈ 4 മാസത്തിലും 5 മാസത്തിനുള്ള ആ ചേഞ്ചസ് ഫ്രം എൻ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ടു എ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് very significant for all the employees, and we make every effort to ensure that they grew as a professional and they can actually build on that base. നമുക്ക് നമ്മളിൽ തന്നെ ഒരു ദിശാബോധം സൃഷ്ടിക്കാൻ എപ്പോഴും ഒരു നാവിഗേഷൻ ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വഴിതെറ്റാതെ വഴികാട്ടിയായി നിൽക്കുന്ന ശരികൾ. നാവിഗന്റ് എന്ന കമ്പനിയുടെ പ്രവർത്തന ഉദ്ദേശവും അതുതന്നെയാണ്. Navigant's journey in India was very exciting. We started in India in the year 2004 with about 10 employees and a very small operations in the Pamba building of Technopark. Slowly and steadily we grew our business exponentially over the years, and today we are about 1,700 people with 5 offices, 4 of which are in Kerala, 1 in Tamil Nadu. And the business, which started as one segment in the healthcare revenue cycle management, now today covers many other verticals of technology and IT enabled services. Navigant acquired this entity, which originally started as Revenue Med in Technopark about 2 years back. Navigant is a Chicago-based NASDAQ listed firm. We have our businesses in 4 major verticals. We are in energy, dispute and investigation, financial services, and healthcare. Globally, we cover consulting, technology, business process management, and analytics. In India, we serve our healthcare customers, mostly providers in US, and financial services, technology, analytics, and many other domains. ലോകോത്തര സർവീസ് ദാതാക്കളായ നാവിഗന്റിന്റെ പ്രധാന പ്രവർത്തന മേഖലയായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതും ടെക്നോപാർക്ക് തന്നെയാണ്. പ്രവർത്തന പരിചയമുള്ള ശക്തമായ ഒരു ടീം, അവരുടെ ദീർഘവീക്ഷണവും